ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് റവയും കൂടെ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളി കുറഞ്ഞിട്ടുള്ള 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കായപ്പൊടിയൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കണേ കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണതാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതിനേയും കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കണേ. നമ്മളെല്ലാവരും തന്നെ കൂടുതലായിട്ടും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയൊക്കെയല്ലേ തയ്യാറാക്കാറ്. ഇനി അതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കണേ. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട. നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മളിതൊരു വാഴയിലയിൽ വെച്ചാണ് പരത്തിയിട്ടെടുക്കണേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇതാ ഈ മാവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലും ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലും കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണേ ഇതുപോലെ പരത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും വാഴയിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിലും സാരമില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പാലിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ ഒഴിഞ്ഞ കവറുണ്ടാവില്ലേ, അതിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുത്താലും മതിയേ. ഇതാ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണ തൂത്ത് കൊടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചെണ്ണ അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകുവേ. ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത് സമയത്തും കഴിക്കാനായിട്ട് പറ്റിയ ഈ ഒരു പലഹാരം. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്